ഞാൻ ആക്ച്വലി സമകാലീന വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ച് വീഡിയോസ് ഇടുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് എന്തോ നിങ്ങളുമായിട്ട് സത്യമാണ്. പുള്ളിക്കാരി ഇതേവരെ മെനയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തവണ കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ടൊരു അവസരം വന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇക്കിളി കാര്യങ്ങളും വൃത്തികേടുകളും പല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരുടെ വീഡിയോ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടാവാം. ഞാൻ സത്യം പറഞ്ഞാൽ നല്ലതൊന്നും കണ്ടിട്ടില്ല. എങ്കിലും ഇത് കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. സംസാരിക്കണമെന്ന് തോന്നി. ഒരു കോൺവെർസേഷൻ ആയിട്ട് കണ്ടാൽ മതി. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാണ്. ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതിന് കാരണക്കാരിയായ ഷംജിത എന്ന് പറയുന്ന സ്ത്രീയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് വൈറലാണ്. അതെ, അപ്പോൾ ദീപകിന്റെയും ഷിംജിതയുടെയും കാര്യങ്ങളാണ് സംസാരിച്ച് വരുന്നത്. നമ്മളത് ആ ഒരു വിഷയം ഇതേവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരാൾ മരണപ്പെട്ട വിഷയമായതുകൊണ്ട് ഒന്നും പറയേണ്ടെന്ന് തോന്നി. പക്ഷേ ഇത് ഈ പുള്ളിക്കാരി പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കും അതൊന്ന് റിയാക്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. നമുക്ക് ആദ്യം മസ്താനി എന്താ പറയുന്നതെന്ന് കേട്ട് നോക്കാം. കുറച്ച് മീൻസ് വൈറലാണ്. അതൊക്കെ സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആണ്. എല്ലാ സ്ത്രീകളെയും ഞങ്ങൾക്ക് പേടിയാണ്. എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ്. സ്ത്രീകൾക്ക് ഈ ബസ്സിൽ പ്രവേശനമില്ല. സ്ത്രീകളുടെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യില്ല. എല്ലാ സ്ത്രീകളും ഷംജിതമാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരുപാട് സ്ത്രീകൾ പല രീതിയിലും ചൂഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പീഡനങ്ങൾ അനുഭവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആരും വന്നിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പുരുഷന്മാർ. അപ്പോൾ പുള്ളിക്കാരി ഞാൻ ഇതേവരെ ഇങ്ങനെ ഈ രീതിയിൽ മസ്താൻ സംസാരിക്കാൻ കണ്ടിട്ടില്ല. ഇത് ഇത്തിരി പക്വമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. വളരെ പക്വതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞു വരുന്ന ഒരു കാര്യം, പക്ഷേ പുരുഷന്മാർക്കെതിരെ ഉള്ള രീതിയിലാണ് തുടക്കം. പൂർണ്ണമായിട്ട് പുരുഷന്മാർക്കെതിരായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്, പക്ഷേ പുരുഷന്മാർക്കെതിരെ എന്നുള്ള രീതിയിലുള്ളൊരു സംസാരമാണത്. അതായത് ഞങ്ങൾ ഇതേവരെ പല പ്രശ്നങ്ങളുണ്ടായിട്ട് പുരുഷന്മാർക്കെതിരെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കോറായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷിംജിത കേസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ വന്നു. അല്ലെങ്കിൽ അത് വെച്ച് കാശുണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് വെച്ച് ആൾക്കാരെ അവബോധം നടത്താനൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ വന്നു. പക്ഷെ അതെല്ലാം പലതും വന്നത് സ്ത്രീകൾക്കെതിരെയായിരുന്നു. അതായത് ബസ്സിൽ കാർഡ്ബോർഡ് കൊണ്ട് കയറുന്നു, ഇരുമ്പിൻ്റെ കൂട് കൊണ്ട് കയറുന്നു, സ്ത്രീകൾ വരുമ്പോൾ സ്ത്രീകളോട് ദേഷ്യപ്പെടുന്നു, മാറിയിരിക്കുന്നു പറയുന്നു. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ മസ്താനി പറഞ്ഞാണ് എനിക്കും പറയാനുള്ളത്, എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല, എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല. പുരുഷന്മാരിലും മോശമുണ്ട്, സ്ത്രീകളിലും മോശമുണ്ട്. ഈ ഷിംജിതയുടെ കേസിൽ സംഭവിച്ചത് ഒരു സ്ത്രീ ആയിരുന്നു മോശം. സംഭവം പുരുഷൻ മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു ഫെമിനിറ്റി ആയിരിക്കാം ഷിംജിത. പക്ഷേ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി ആയിരിക്കാം. കാരണം ആകെ 5 മിനിറ്റിൻ്റെ യാത്രയിൽ 8 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തുടക്കം മുതലേ പല പല പരിപാടികളായിട്ട് വീഡിയോ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ വേറെ ആരിലേക്ക് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കിയത്. അവസാനം ടാർഗറ്റ് കിട്ടിയത് ദീപക്കിനെയാണ്. ആ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടാണ് അതിൻ്റെ 2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ എടുത്ത്, നിസാര സെക്കൻഡുകൾ 25 സെക്കൻഡോ ഒക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി ഇട്ടത്. പക്ഷേ ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തെന്ന് വെച്ച് എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. ഇനി ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഒരു ബസ്സിലും ഇനി ഒരു പെണ്ണും ഒരിക്കലും ഒരു ബഹളം വെക്കില്ല. അല്ലെങ്കിൽ ഏതവൻ മേത്ത് കയറി പിടിച്ചാലും എത്ര മോശമായിട്ട് എന്തെങ്കിലും ചെയ്താലും പ്രതികരിക്കാനുള്ള ധൈര്യം തോന്നില്ല. കാരണം ഇങ്ങനൊരു കേസുണ്ടായി, ഒരു പാവപ്പെട്ടവനെ ആത്മഹത്യ ചെയ്തു. പക്ഷെ എല്ലാവരും കേസ് അങ്ങനെയല്ലല്ലോ. ആ പാവപ്പെട്ടവനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറേ വൃത്തികേടന്മാരുണ്ട്, ജാക്കിച്ചാന്മാരുണ്ട്. ഇവന്മാർ രക്ഷപ്പെടും. ഇവന്മാരെന്ത് ചെയ്യും? ഇവന്മാരാണ് ഇനി കളിക്കാൻ പോകുന്നവിടെ. അവന്മാർ എന്ത് ചെയ്താലും ഒരു സ്ത്രീക്കും ഇനി ശബ്ദം ഉയർത്താൻ കഴിയില്ല. അവൾ എന്ത് വീഡിയോ പങ്കുവച്ചാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ഇതെല്ലാം തുടങ്ങിയത് മറ്റൊരു മസ്താനിയിൽ നിന്നാണ്. ഓർക്കുന്നുണ്ടാവും സവാദിൻ്റെ കേസ്. സവാദിനെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ബസ്സിൽ നിന്ന് പിടികൂടി, വീണ്ടും കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സവാദിനെ പോലെ മനോനില തെറ്റിയ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു രസമായി കാണുന്ന, അല്ലെങ്കിൽ ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന പല ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതും നമ്മൾ പരിഗണിക്കണ്ടേ? പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാവരും ഒരാൾ മരിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും സ്ത്രീകൾക്കെതിരെയാണ്, അല്ലെങ്കിൽ ബസ്സിൽ സ്ത്രീകൾ അതിക്രമത്തിന് ഇരയാകുന്നില്ല എന്നൊരു മെൻറ്റാലിറ്റിയിലാണ് പോകുന്നത്. അത് ഒരു ശരിയായ ചിന്താഗതി അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും ഗോവിന്ദചാമിമാരാണ് എന്നൊന്നും. ഞാൻ ഉൾപ്പെടെ, ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ഉൾപ്പെടെ, നിങ്ങളുടെ വീടുകളിലുള്ള ഓരോ സ്ത്രീക്കും അവർ ഇന്ന് വരെ ജീവിച്ച ജീവിതത്തിനിടയിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അവർ അനുഭവിച്ച ചൂഷണത്തിന്റെ ഒരു കഥയെങ്കിലും പറയാനുണ്ടോ? ഒരു പുരുഷന്റെ അടുത്ത് നിന്ന് പൊതുസ്ഥലങ്ങളിൽ, സ്കൂളിൽ, ട്രെയിനിൽ, ബസ്സിൽ, ഇടവഴികളിൽ, ട്യൂഷൻ ക്ലാസ്സിൽ, മദ്രസകളിൽ, സ്വന്തം വീട്ടിൽ, ബന്ധുക്കളുടെ അടുത്ത് നിന്ന്, സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കടയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, കാമുകനിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, അയൽവക്കത്തുള്ള ചേട്ടനിൽ നിന്ന്, അത് പല സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകൾ പുരുഷന്മാരാൽ അനുഭവിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ചൂഷണങ്ങളുണ്ട്. അടുത്തൊന്ന് ഇരുത്തി സംസാരിച്ചാൽ ചിലപ്പോൾ അറിയാൻ സാധിക്കും. അപ്പോഴൊന്നും ആരും വന്നിട്ട് ഇതുപോലുള്ള വീഡിയോസ് ഇറക്കാനോ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പേടിച്ച് നിൽക്കണമെന്ന് ഒറ്റക്കെട്ടായിട്ട് എവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. എന്തോ ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ എന്തോ പോലെ. ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് 2-3 ദിവസം മുന്നെയാണ് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത്. ആ പോസ്റ്റുകളുടെ താഴെ വന്ന കമന്റ്സ് ആണ് ഐ എം സോറി, RIP സിസ്റ്റർ എന്നൊക്കെയാണ്. അങ്ങനെ കമന്റ് ചെയ്ത് അവർ മൂവ് ഓൺ ചെയ്യും. അതെന്താ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതും മരണപ്പെടുന്നതൊക്കെ മസ്താനിയുടെ വീഡിയോ എന്തായാലും നിങ്ങളെല്ലാവരും കാണും. പുള്ളിക്കാരി വാലിഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എറണാകുളത്ത് സരിത തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം. പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി അയാളെ അവിടെ ഇട്ടിട്ട് ആ ബാത്റൂമിൽ ഇട്ടിട്ട് ചവിട്ടി കൂട്ടി.
അതായത് നമ്മൾ അന്ന് യൂണിഫോം എല്ലാം മാറ്റിയിട്ടായിരിക്കുമല്ലോ സിനിമയ്ക്ക് പോകുന്നത്. യൂണിഫോം മാറ്റി സിനിമയ്ക്ക് കയറി മൂത്രം ഒഴിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദ്യം വരുന്നോ എൻ്റെ കൂടെ. അത് കേട്ടത് തൊട്ടുപുറത്തുനിന്ന് എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ. അവൻ പിന്നെ കുറച്ച് കിളി പോയവനായതുകൊണ്ട് അപ്പം തന്നെ അവിടെ ഇടി തുടങ്ങി. അയാൾ എല്ലാവരും കൂടി ഇടിച്ചു. പക്ഷേ അതൊന്നും അയാൾക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ കേസിൻ്റെ തലയിലായനെ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ കുട്ടികളും ആൺകുട്ടികളും ഒരുപാട് ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. പീഡനങ്ങളൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പെണ്ണായാലും ആണായാലും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ മസ്താനി പറയുന്നതിനും കാര്യമുണ്ട്. അപ്പോൾ ഓരോരുത്തരും എന്താ ചിന്തിച്ച് പെരുമാറുക. നമ്മൾ മുന്നിൽ കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ സത്യം. അപ്പോൾ നിയമം കയ്യിലെടുക്കാതിരിക്കുക. മാക്സിമം നിയമത്തിന് വിട്ടുകൊടുക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിലേക്ക് എത്തിക്കുക. ആ ഒരു വീഡിയോ എടുത്ത് വൈറലാക്കി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാതെ വീഡിയോ കൊണ്ടുപോയി പോലീസുകാരെ കാണിക്കുക. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എനിക്കിത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ആളാണ്. അതല്ലേ ശരിയായ രീതി. അല്ലാതെ ഷിംജിതിനെ പോലൊന്നും ആരും ആവരുത്.